ചേച്ചി എല്ലാം ശരിയായിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്താം. രാവിലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒന്ന് എത്തിക്കണേ. പിന്നെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം രജിസ്ട്രേഷൻ ഓഫീസിലെത്തിയാൽ മതി. ഇവിടുത്തെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ തിയേറ്ററിനടുത്തുള്ള ആധാർ എഴുതുന്ന മേരി ചേച്ചിയില്ലേ, മേരി ചേച്ചിയുടെ കയ്യിലാ. ജയേഷൻ അവിടെ നിന്ന് വാങ്ങിക്കോളൂ. ശരി ചേച്ചി, എന്നാ പിന്നെ ഞാൻ രാവിലെ അങ്ങോട്ട് പോയിക്കോളാം. ശരി ശരി. ആരാണ്? എന്നെ ജയകൃഷ്ണ, നീ എന്നതൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ചേച്ചി ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ചേട്ടാ, ചേട്ടൻ എന്റെ സിറ്റുവേഷൻ കൂടി ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്ക് ഒരു പിടുത്തമില്ല. അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് എന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കായിരുന്നു. ഇതിപ്പോ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് മറക്കണ്ട. എന്താ, ഒന്നും പറയാനില്ലേ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എന്നതാടി? എനിക്കെന്തോ നമ്മുടെ മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. എന്തിന്? നീ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട. ജയകൃഷ്ണൻ എന്തോ പുലിവാലി പിടിച്ചിട്ടുണ്ടെന്നാ ഞാൻ കേട്ടെ. ഒന്നാമതേ അവന് നല്ലൊരു ജോലിയില്ല. ഇനി എന്തെങ്കിലും കൈവിട്ട കളിയാണ് അവൻ കളിക്കുന്നതെങ്കിൽ നമ്മുടെ കൊച്ചിന്റെ ഭാവിയല്ലേ ഒരുപോക്കാവുന്നേ. നിങ്ങൾ അവനെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താഴെപ്പട്ടിയിൽ വിവരിക്കുന്ന മീനച്ചിൽ താലൂക്ക് ഇലഞ്ഞിപ്പാറ വില്ലേജിൽ ബ്ലോക്ക് 43-ൽ റീസർവേ 118/1-ൽ 21.856 വരുന്ന 54 സെന്റ് സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം തെക്ക് വടക്കത്തി മണ്ഡപത്തിൽ വക സ്ഥലത്തിന് പടിഞ്ഞാറും മേപ്പിടിയാൻ വക സ്ഥലത്തിന് തെക്കും പഞ്ചായത്ത് റോഡിന് കിഴക്കും ബാക്കി സ്ഥലത്തിന് വടക്കുമായി വരുന്ന 1/2 വസ്തുവകകൾ മേപ്പിടിയാൻ പേർക്ക് തീരെഴുതി തരുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി വിളിച്ചാൽ മതി. ഇനി ഒന്നും വേണ്ട മോനെ, ഇത് ഞാൻ നോക്കിക്കോളാം. ചേച്ചി സമയത്തെത്തില്ലേ? ഞങ്ങൾ വന്നേക്കും ജയേഷ്ണ. ശരി, എന്നാ പിന്നെ ശരി. നമ്മളെടുക്കാം. സാർ നമ്മുടെ രജിസ്റ്റേർഡ് എത്തിയിരുന്നു. എത്തിയിട്ടില്ല കേട്ടോ, പുറത്തു നിന്നോ കേട്ടോ. അയാളുടെ എടുത്തോ. എന്തേ നമ്മുടെ രജിസ്റ്റേർഡ് ഇതുവരെ വന്നിട്ടില്ല. കിട്ടിയിട്ടില്ലേ? ഇല്ല. ഞാനേ നമ്മുടെ വക്കീലിൽ നിന്ന് വിളിക്കട്ടെ. വക്കീലേ, അതെ നമ്മുടെ ഓർഡർ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആളെത്തും. ജേഷ, താൻ ആരെങ്കിലും ഇങ്ങോട്ട് വിട്. കോടതിയിൽ നിന്ന് നമ്മൾ അയച്ച ഓർഡറിൻ്റെ ഒരു കോപ്പി ഞാനെടുത്ത് തരാം. താൻ അത് വെച്ച് തൽക്കാലം രജിസ്ട്രേഷൻ നടത്താൻ നോക്ക്. ഞാനേ ആശാനെ വിടാം. ആശാനെ, അതെ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ വക്കീലിന്റെ അടുത്തൊന്നും പോകണം. പുള്ളി നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ ഓർഡറിന്റെ കോപ്പി എടുത്തരും. അതൊന്ന് കൊണ്ടുപോകാം. ആശാനെ, ഞാനിവിടെ വരാം. വാ. എടാ, നിനക്ക് ചായ വേണ്ടേ? ചേച്ചി പാലും വെള്ളം എങ്ങനെ? അപ്പൊ ഇവനൊരു പാലും വെള്ളവും എനിക്കൊരു ചായ. ചേഷന, എന്നാലും ഈ ഇന്നലെ അയച്ച സാധനം ഇന്ന് കിട്ടേണ്ടതല്ലേ? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആൾക്ക് എന്നെ കൊടുത്തേ. ശരിയാണ്, ഞാൻ വിളിക്കാം. പതുക്കെ പതുക്കെ. ചേച്ചി നമസ്കാരം.